ഇന്ന് ഞാൻ തീരുമാനം എടുക്കാൻ പോവാ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ MLA ആയിട്ട് മത്സരിക്കാൻ പോവാ. BJPക്കോ? കണ്ടാവാര ചൊല്ലുങ്ക മൈരാര കൈയോട് കൂട്ടി വരുങ്ക. നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കോൺഗ്രസിനോ? കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഞങ്ങൾ ഇപ്പൊ തന്നെ കോടിക്കണക്കിന് അണികളായി കഴിഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടി ഞങ്ങൾ മറ്റു പാർട്ടിക്കാരെ പോലെ ബോംബ് ഇട്ടാ ചാവത്തില്ല, ലാത്തി ചാർജ് ചെയ്താൽ ചാവത്തില്ല, ജലപീരങ്കി ഉപയോഗിച്ചാൽ ചാവത്തില്ല, ഇട്ടടിച്ചാ ചാവോ ചിലപ്പോ. കോക്രോച്ച് ജനതാ പാർട്ടി അതായത് CJP ഭാരതത്തിലെ ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകളെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് വിളിച്ചിട്ടുള്ള പേരാണ് കൂറകൾ. അതായത് മലയാളത്തിലെ കൂറകൾ. ഈ കൂറകളായിട്ടുള്ള എല്ലാത്തിന്റെയും തുടക്കം ഇവിടുന്നായിരുന്നു. youngsters like cockroaches. They don't get any employment. They don't have any place in profession. ഈ പുള്ളിക്കാരൻ ഈ കാലത്തെ ജെൻസി കുട്ടികളെ പാറ്റകൾ എന്ന് വിളിച്ച് കളയാക്കി. കാരണം അയാൾ പറയുക നമ്മൾ ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി നടക്കുക. വലിയ പദവിയിലിരിക്കുന്ന പന്ന മനുഷ്യ രാജ്യത്തിന്റെ തോൽവിയാണ് ഞങ്ങൾക്ക് ജോലിയും കൂലിയില്ലെങ്കിൽ. കൺഗ്രാറ്റുലേഷൻസ്, 17 മില്യൺ ആൾക്കാർക്ക് ഇപ്പൊ ഇയാളെ കണ്ടെടുത്താ കണ്ടുകൂടാ. ഞങ്ങൾ ഈ കാലത്തെ പിള്ളേര് പാറ്റകളാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താ? ജോലി ഉണ്ടോ ഞങ്ങൾക്ക്? ഇല്ല. കാശുണ്ടോ ഞങ്ങൾക്ക്? ഇല്ല. ദിവസം 4 വശത്തുനിന്ന് ഇന്നേവരെ കാണാത്ത ബന്ധുക്കൾ ചോദിച്ചോണ്ടിരിക്കും എന്തുവാ ചെയ്യുന്നതെന്ന്. വല്ല പറയാനുണ്ടോ? ഇല്ല. അതിൽ പെട്രോൾ അടിക്കാൻ കാശുണ്ടോ? ഇല്ല. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഇന്നലെ രാജ്യ സംസാരിച്ചിട്ടുള്ളത് ഇത് കേട്ട ഉടനെ തന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത നമ്മളെ പോലത്തെ പല ആളുകളും എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജോലിയും കൂലിയും ഇല്ല എന്ന് ജന നേതാക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മൂവ്മെന്റ് ആണ് ഈ പറഞ്ഞ CJP, ഒരു പുതിയ പാർട്ടി. അതെ, ഞാനും അങ്ങനെ പാർട്ടി ചേർന്നിരിക്കുന്നു. ഞങ്ങളുടെ ഓഫീസ് ഫ്രിഡ്ജിന്റെ പുറകിൽ ഒരു മൂലക്കായി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ജെൻസി പിള്ളേർക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഒരു പാറ്റയെ പോലെ പറഞ്ഞു വന്ന് മുഖത്തടിക്കും. ശരിക്കും പറഞ്ഞാൽ മലയാളം ആണെങ്കിലും ഏത് ഭാഷയാണല്ലോ അതിലെല്ലാം ഇപ്പൊ കോക്രോച്ച് പാർട്ടിയാ. കോക്രോച്ച് കോക്രോച്ച് പാർട്ടി. ഇതൊന്ന് നോക്കിയാൽ എല്ലാ ഫേമസ് ന്യൂസ് ചാനൽസും ഇപ്പൊ കവർ ചെയ്തോണ്ടിരിക്കുന്ന കോക്രോച്ച് ഒരു മിനിറ്റ് തലയിറങ്ങുന്നത് അങ്ങനെ ആക്കാതെ ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന CJP പറ്റിയാ. BJP അല്ല, CJP. വെറുതെ ചുമ്മാ കോമഡിക്ക് ഉച്ചി ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ട് ആണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. എ പൊളിറ്റിക്കൽ ഫ്രണ്ട് ഓഫ് ദ യൂത്ത്, ബൈ ദ യൂത്ത്, ഫോർ ദ യൂത്ത്. അവസാനം ഞങ്ങൾ ഈ കാലഘട്ടത്തിലെ പിള്ളേരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടല്ലോ. ഈ സൊസൈറ്റി ശരിക്കും ഞങ്ങളെ പാറ്റകളെ പോലെ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. താമസിച്ചെണ്ണീറ്റ തോൽവി, വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയ തോൽവി, 2 മാസം ജോലി ഇല്ലാതിരുന്ന തോൽവി, ഇഷ്ടപ്പെട്ട പണിയാന്ന് വെച്ചൊരു യൂട്യൂബ് ചാനലിൽ തുടങ്ങി ഗെയിമർ ആവാനായിട്ടിരുന്ന അപ്പോഴും വിളിക്കുന്നു ഈ വെറും തോൽവിയാണ്. ഇതിന്റെ പവർ നിങ്ങൾ കേട്ടാ വിശ്വസിക്കത്തില്ല. 3-4 ദിവസത്തിനുള്ളിൽ 13 മില്യൺ ഫോളോവേഴ്സ് ആയി. ഇതിന് പുറകെ വലിയ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ക്ഷണയം നടക്കുന്നില്ല. ഒട്ടുമിക്ക എല്ലാ ജെൻസികൾക്കും ഇപ്പോഴത്തെ ഭരണവും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഈ 13 മില്യൺ ഫോളോവേഴ്സ്. അഭിജിത്ത് ദിപ്കെ രോമാഞ്ചമൊന്നും വരുന്നില്ല, എന്നാലും ഇതാണ് നമ്മുടെ പാർട്ടിയുടെ നേതാവ്. ഇവിടുന്നാണ് നമ്മുടെ വിപ്ലവം തുടങ്ങിയത്. നമ്മുടെ വിജയണ്ണ 2 വർഷം കൊണ്ടുണ്ടാക്കിയ പാർട്ടിയെ TVK. ഞാൻ കരുതി ഇതൊക്കെ വിജയണ്ണനെ കൊണ്ടേ പറ്റത്തുള്ളത്. പക്ഷെ ഒരു പാറ്റ നടത്തിയെടുത്തെന്ന് പറഞ്ഞാൽ പാറ്റയും പഴുതാരയൊക്കെ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. അതിപ്പോ വലിയ പാർട്ടിയാണ്. 13 മില്യൺ ഫോളോവേഴ്സ്. BJPക്ക് 8 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ. അതൊക്കെ മോദിജി ഉള്ള മെലഡി. മോദിജി അവിടെ മെലഡി നിന്നിട്ടിരുന്നോ? കണ്ട പാറ്റയും പഴുതാരയൊക്കെ കയറി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. ഇതാണ് പറയുന്ന ഒരു പെണ്ണ് ജീവിതത്തിലോട്ട് വന്നപ്പോൾ രാജ്യം തന്നെ കഴിഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു അജണ്ടയൊക്കെ ഉണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ ജോലി തീരാൻ നേരെ രാജ്യസഭയിൽ സീറ്റ് കൊടുക്കരുത്. വോട്ട് ചെയ്യാൻ നേരം അതിൽ ഒരു വോട്ടിൽ പോലും ഒരു കറപ്ഷനും സംഭവിക്കരുത്. പെൺപിള്ളേർക്ക് 50% റിസർവേഷൻ വേണം. അംബാനിയുടെ അദാനിയുടെ കീഴിലുള്ള എല്ലാ മീഡിയ ലൈസൻസസ് ക്യാൻസൽ ചെയ്യണം. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലോട്ട് ചാടുന്നവർക്ക് 20 വർഷത്തെ ബാൻ കൊടുക്കണം. കൊള്ളാം. ഇതിന്റെ ആവശ്യങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെ. ഞാൻ കരുതിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. പാറ്റാകുളിക്ക് നിരോധിക്കണം, പാത്രം തുറന്നു വെക്കണം, ഹിറ്റ് നിരോധിക്കണം. ഇതൊക്കെയാണെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ CJPയുടെ MLA ആവാൻ വേണ്ടി മത്സരിക്കാൻ പോവാ. മുഖ്യമന്ത്രി എന്നും പറഞ്ഞിട്ട് നമുക്കിനിയിപ്പോ എന്താ വേണം? നമ്മുടെ പ്രൈം മിനിസ്റ്റർ പൂക്കി, CM പൂക്കി. ഇനി എന്നെ മാത്രം കുറ്റം പറയില്ല, എല്ലാരും ഇപ്പൊ പൂക്കിയ. അതുകൊണ്ട് ഇനി പൂക്കിയുടെ കാലഘട്ടങ്ങളാ മുമ്പോട്ട്. പണ്ടത്തെ അപ്പൂപ്പന്മാരൊക്കെ തീരാനായി, കാലം കുറെ മാറി. ഇനി ഭരിക്കുന്നവര് മാറണം അതിന്റെ കൂടെ. നമുക്കൊന്ന് നേരം ചൊവ്വേ നൈറ്റ് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ല റോഡ് വേണം, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഒന്ന് ഛർദ്ദിക്കുന്നതല്ല. വേറെ ഫ്രീഡം ഓഫ് സ്പീച്ച് വേണം, ജോലി വേണം. ജോലി മാത്രം കൊടുത്താൽ പോരാ, നല്ല ശമ്പളം കൊടുക്കണം പിള്ളേർക്ക്. അല്ലെ എല്ലാരും ടിക്കറ്റ് എടുത്ത് അങ്ങ് പോകും. എല്ലാത്തിനും ശേഷം നമുക്ക് ആവശ്യമുള്ള മറ്റൊരു സാധനമുണ്ട്. നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ വേണം. അതുകൊണ്ട് ഇതെല്ലാം കൊണ്ടുവരാൻ ഞാൻ മത്സരിക്കാൻ പോവാണ്. കോക്രോച്ച് പാർട്ടി. എന്റെ ചിഹ്നം ഹിറ്റ്. കോക്രോച്ചസ് ആർ റൈസിംഗ് അപ്പ്. മനസ്സിലായി എന്തോ സംഭവം എന്ന് വെച്ചാൽ. റോഡ് തറഞ്ഞു വെച്ചേക്കോ ഏതോണ്ട് വലിയൊരുത്തം പോകുന്നതിന്. അതാ സംഭവം. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഈ 50 ഡിഗ്രി ചൂടിനകത്ത് ഇത്രയും പേരെ പിടിച്ചു നിർത്തിയേക്കുന്ന റോഡിൽ വേറെ ഏതോ ഒരുത്തം പോകണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈസ മേടിച്ചിട്ട് 50 വണ്ടിയുമായിട്ട് അവര് പോകാൻ നേരം നമ്മൾ നിന്ന് കൊടുക്കണം അവിടെ. എന്റെ ഒരു അഭിപ്രായത്തിൽ മെഡിക്കൽ റീസൺസിനും അല്ലാതുള്ള എമർജൻസിക്കും അല്ലാതെ വേറെ ഒന്നിനും റോഡ് ബ്ലോക്ക് ചെയ്യരുത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ നമ്മുടെ CM ചെയ്തത് നല്ലൊരു കാര്യം. ഒരുപാട് വെഹിക്കിൾസ് ഒന്നും ഇല്ലാതെ തന്നെ പോകുന്നത്. അല്ലാതെ 10-15 വണ്ടിയുമായിട്ട് പോയി റോഡ് ബ്ലോക്ക് ചെയ്ത് നമുക്ക് എന്തിനാ ശല്യം ഉണ്ടാക്കുന്നത്?
ഗുഡ്. ടിവിക്ക് അടുത്ത ലക്ഷ്യം കേരളം. മലയാള മണ്ണിൽ വിജയ് കൊടി പാറുമോ? എന്നാ ഒരാഴ്ച മുന്നേ ആയിരുന്നു ചിലപ്പോൾ നടന്നേനെ. പക്ഷെ ഇപ്പൊ ഇച്ചിരി പാടാ. പാറ്റ വന്നു. ഞാൻ MLA ആയിട്ട് മത്സരിക്കാൻ പോവാ. തെറി വിളിക്കല്ലേ പ്ലീസ്. വേറെ സംഭവം, ഈ പാർട്ടി വന്നേ പിന്നെ ആൾക്കാർ പാറ്റകളോട് കാണിക്കുന്നത് ചെറുതൊന്നുമല്ല. കുറെ അവന്മാര് പാറ്റയുടെ ബാക്കി സ്പീക്കർ ഒട്ടിച്ചെന്നൊക്കെയാ കേട്ടത്. ഇതെന്ത് വേടാ പാറ്റയുടെ മണ്ടയ്ക്ക് വാട്ടർ കളർ അടിച്ചേക്കുന്നോ? കഷ്ടോടാ, പാവം പാറ്റ ഡിസൈൻ അടിച്ചു വെച്ചേക്കുന്നു. അടുത്ത പാറ്റ പെയിന്റ് അടിക്കുന്നുണ്ടാ. ഇവന്മാരെല്ലാം പാർട്ടി ഇറങ്ങിയ പിന്നെ പാറ്റ പെയിന്റ് അടിക്കാൻ നിൽക്കുവാ. അത് ശരി. അത് ശരി. അപ്പൊ ഇനി ചിലപ്പോ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പാറ്റയുടെ പുറത്ത് മൈജിയുടെ പരസ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ. വളരെ പാറ്റയോട് കാണിക്കുന്ന അന്യായന്മാരും. ഞങ്ങളുടെ നേതാവാത്, ഞങ്ങളുടെ നേതാവാത്. ഓ വിടറി ഞങ്ങളുടെ നേതാവിന്. അടുത്ത ചേണ്ട ഞങ്ങളുടെ പാർട്ടി അണിയെ കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി കണ്ടോ? ഇത് എന്തുവാടാ ഇത്? റെഡ് പെയിന്റ് അടിച്ച അതിന്റെ മണ്ടയ്ക്ക് മഞ്ഞയും പെയിന്റ് അടിച്ചേക്കുന്നു. ഓ ഇത് കല്യാണ വീടോ? ഹാൻജി ഹം കോക്രോച്ച്. ആഹാ, കോക്രോച്ച് പാർട്ടിയുടെ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും. പാറ്റകളെ പോലെ ഇങ്ങനെ വരും. അങ്ങനെ ആയിരിക്കും ഞങ്ങൾ വരിക. കണ്ടില്ലേ? പാറ്റയെന്ന് വിളിച്ചപ്പോ പാറ്റയുടെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി. അതുകൊണ്ട് അവന്മാരെ എഴഞ്ഞു പോകുന്നത്. പറക്കാത്ത എന്താ? അപ്പൊ ഇനി പേപ്പട്ടികളൊന്നും വല്ലതും വിളിച്ചിരുന്നെങ്കിൽ ചാടി കടിച്ചേനെയോ? അതോ ഇനി പോടാ മയിലെന്ന് വല്ലതും വിളിച്ചായിരുന്നു ഇവന്മാര് പീലി വിടർത്തിയേനെയോ? ഓന്തെന്ന് വിളിച്ചായിരുന്നു ഇവര് കളർ മാറിയേനെയോ? ആമയായിരുന്നേലോ? പിണ്ണാക്ക് വിജയനെ പാർട്ടിക്കാർക്കും വേണ്ട. പിണ്ണാക്ക് വിജയനോ? പിണ്ണാക്ക് വിജയനെ പ്രതിപക്ഷ നേതാക്കിയുള്ള പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം. എന്റെ പൊന്നെണ്ണ, വല്ല പടത്തിന്റെ റിവ്യൂ അങ്ങ് പറഞ്ഞാ പോരെ? പാർട്ടിയുടെ റിവ്യൂ പറയണോ? ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഇല്ല. ഇത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അണ്ണന്റെ ജെട്ടി ഇത് ലീക്ക് ആകും. വല്ലവരും തല്ലിക്കൊന്ന ഒരു പാർട്ടി പോലും രക്തസാക്ഷി പോലും ആക്കത്തില്ല. അവർക്ക് അതിനും നാണക്കേടായിരിക്കും. 2 CJP ലീഡേഴ്സ് ഫൗണ്ട് അൺറെസ്പോൺസീവ്. മരിച്ചു. CJPയിലെ ലീഡർമാര് മരി. ആ, ഞങ്ങളുടെ നേതാക്കന്മാർ 2 പേര് അന്തരിച്ചിരിക്കുന്നു. 2 നേതാക്കന്മാര് അന്തരിച്ചു. രാജ്യം ഉറ്റുനോക്കുന്നു. മിക്കവാറും വീട്ടിലെ ജോലിക്കാരിക്കെതിരെ കേസെടുക്കും. ഞാൻ ഇച്ചിരി ഹിറ്റ് അടിച്ചു സാറേ. അവന്മാർ ഇത്ര വലിയ പദവിയിലുള്ളവരാണ് നമ്മൾ അറിയുന്നു. ഇനിയും തൊട്ട് സയൻസ് പഠിക്കുന്നവർക്ക് പാറ്റയെ കീറി മുറിക്കാൻ അവകാശമില്ലെന്നാണ് കേട്ടത്. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടോ. ടാറ്റ.